പോയൊരു പാട്ടിന്റെ മഴനൂൽ പോലെ, മറ്റൊരു ജന്മത്തിന്റെ നക്ഷത്രപ്പൊട്ടുപോലെ ഒരു മെഴുതിരിയായി ഞാൻ ഒരുങ്ങുന്നത് നിനക്ക് വേണ്ടി മാത്രം. കാലത്തിന്റെ തീരത്ത് എവിടെയോ വെച്ച് നഷ്ടമായ ജീവിതത്തിലെ ചില നല്ല ഓർമ്മകൾ. ആ ഓർമ്മകൾ ഇപ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു പൊട്ടിച്ചിരിയാവാം. അതെ, ഓർമ്മകൾ. മഴ പോലെ മനസ്സിൽ നിറയുന്ന ആ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. റിവൈൻഡ്. നിങ്ങളുടെ സ്വന്തം സെഗ്മെന്റായ റീവൈൻഡിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഈ ആഴ്ചത്തെ ലാസ്റ്റ് റീവൈൻഡ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന കൂട്ടുകാരൻ ആരാണ് മിസ്റ്റർ ഷിബു മലയിൽ? ഇന്ന് കടന്നു വന്നിരിക്കുന്ന സ്നേഹിതന്റെ പേര് പൂളപ്പൊയിൽ ബാവ അമ്മേൻ എന്നാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് വരുന്നത്? അദ്ദേഹം ആദ്യമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ഷിബുസ അന്നൂർത്ത, ഗൾഫിലെ മലയാളം റേഡിയോ നിലയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കാമ്പുള്ള പരിപാടികളുമായി മുന്നേറുന്ന നേർശബ്ദം തന്നെയാണ് നിങ്ങളെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാൻ കാരണം മറ്റൊന്നുമല്ല, തമാശയും ചിരിയുടെ മാലപ്പടക്കങ്ങളും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ ശക്തമായ മെസ്സേജുകളും അതിനിടയിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ് എന്നെ ഇത് ശ്രവിക്കാൻ കാരണക്കാരനാക്കിയത്. ജോൺ പനക്കൽ സാറിന്റെ ഉദ്ബോധനങ്ങൾ തന്നെ ഉദാഹരണം. ഏതായാലും ഇനി എന്റെ അനുഭവം ഇവിടെ ഞാൻ പങ്കുവെക്കുന്നു. ഒരു മാവിന്റെ വേദന എന്റെയും. ഇതാണ് അദ്ദേഹം ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട്. ഇതൊരു കഥയല്ല, എന്റെ ഹൃദയത്തിൽ വിങ്ങിക്കൊണ്ടിരിക്കുന്ന നേരനുഭവത്തിന്റെ വേദനയാണ്. മാവ് മരത്തെ ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാവുമോ? സംശയമാണ്. മാവ് എന്റെ വല്ലാത്ത ഒരു ദൗർബല്യം തന്നെയായിരുന്നു. കുഞ്ഞുനാളിലെ മരങ്ങളോട് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു എനിക്ക്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ചില ദൗർബല്യങ്ങൾ അങ്ങനെയാണല്ലോ. എന്റെ തറവാട്ടുമുറ്റത്തെ മാവ് എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ തന്ന തേന്മാവാണ്. നാട്ടിലെ പേരുകേട്ട അധികാരി പിതാവിന്റെ കൃഷിയിലെ താല്പര്യത കണ്ട് നൽകിയതായിരുന്നു മാവ്. മാവ് വളർന്നു ഒരു പടുമാവായി തന്നെയായി മാറിയത്. ചെറുപ്പത്തിലെ കളികൾ മുഴുവനും മാവിൻ ചോട്ടിലായിരുന്നു. സ്കൂള് വിട്ടു വന്നാൽ മാവിന്റെ മുകളിൽ വലിഞ്ഞു കയറി കൊമ്പുകളിലൂടെയുള്ള സർക്കസുകൾ കണ്ട് എന്റെ വല്യമ്മ പറയുന്ന കമന്റുകൾ ഊറിച്ചിരിക്കാൻ വക നൽകുന്നതായിരുന്നു. മാമ്പഴക്കാലത്തിന്റെ വരവറിയിച്ച് അവൾ പൂക്കുന്നത് കാണാൻ എന്തൊരു രസമായിരുന്നു. നാട്ടിലെ പലരുടെയും ചുണ്ടുകളിൽ അതൊരു സംസാര വിഷയം തന്നെയായിരുന്നു അന്ന്. ചിലർക്കൊക്കെ അല്പം ഒരു കണ്ണുകടിയും ഇല്ലാതിരുന്നിട്ടില്ല. അതെ, ഇത്രയും നല്ലൊരു മാവല്ലേ. പിന്നെ വീടിന്റെ മുറ്റത്ത് തന്നെ ആയിരുന്നതിനാൽ അവൾ വല്ലാത്തൊരു സംരക്ഷണ വലയത്തിലായിരുന്നു. അവളെ കണ്ണേറുകൊണ്ട് നോക്കുന്നതിനും സ്കൂൾ പിള്ളേര് കല്ലുകൊണ്ട് പീഡിപ്പിക്കുന്നതിൽ നിന്നും അവളെ രക്ഷപ്പെട്ടു. ആ സംരക്ഷണ വലയത്തിലായിരുന്നതിനാൽ അവളുടെ ശിശിരങ്ങൾ തരാതരം കിളികളുടെ സങ്കേതമായി. അണ്ണാറക്കണ്ണന്മാരുടെ എണ്ണത്തിന് കണക്കില്ലായിരുന്നു. മാമ്പഴങ്ങൾ പഴുത്ത് പടപട എന്നുതിർന്നു വീഴുമ്പോൾ അതെടുക്കുവാനുള്ള ഞങ്ങളുടെ ഒരു ഓട്ടം. വെറുതെ കൊതിപ്പിക്കല്ലേ. ഒരിക്കലും ഒരു കാറ്റിൽ മാമ്പഴം പെറുക്കാൻ ഓടിയപ്പോൾ അങ്ങേ വീട്ടിലെ മമ്മുവിന്റെ തുണി ഉരിഞ്ഞു വീണത്, അയൽവാസി പുഷ്പയെടുത്തിടെ കാല് പൊട്ടിയത് എല്ലാം വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു എനിക്ക്. പഴുത്ത മാങ്ങകളുടെ അണ്ടിയെടുത്ത് വല്യമ്മ വിത്തിന് വെക്കുമായിരുന്നു. മഴക്കാലത്ത് ഞാനും വല്യമ്മയും അത് പറമ്പിലെ എല്ലാ മുക്കുമൂലയിലും നട്ട് നടന്നു. നടുന്ന നേരം വല്യമ്മ പറയുമായിരുന്നു, ഈ മാവിന്റെ മാങ്ങ തിന്നാൻ ഞാനുണ്ടാവില്ല. എന്നാലും ഇതിന്മേൽ നിന്നും പറിച്ച പഴുത്ത മാമ്പഴം കൈവിരൽക്കുള്ളിലൂടെ അതിന്റെ നീരൊലിപ്പിച്ചു തിന്നുമ്പോൾ നീ എല്ലാവരോടും പറയണം, ഞാനും വല്യമ്മയാണ് ഈ മാവ് അത്രയും നട്ടതെന്ന്. അതെ അതെ, അതൊക്കെ പറയുമ്പോ അല്ലേ ഏതൊരു അഭിമാനം തന്നെയല്ലേ. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. വല്യമ്മ കാലയവനികയ്ക്കുള്ളിലായി. ഞങ്ങളുടെ പറമ്പിൽ തലങ്ങും വിലങ്ങും ഒരുപാട് മാവുകളായി. നാട്ടിലും മറുനാട്ടിലേക്കുമായി എന്റെ ഭാവിച്ചിയുടെ സന്തോഷമായി മാങ്ങകൾ കൊടുത്തയക്കപ്പെട്ടു. കോഴിക്കോട്ടെ പേരുകേട്ട ഡോക്ടർമാരും വലിയ നേതാക്കന്മാരുമൊക്കെ മാമ്പഴത്തിന്റെ ഉപഭോക്താക്കളായി. ഖത്തറിലെത്തിപ്പെട്ട എനിക്കും സുഹൃത്തുക്കൾക്കുമായി ഭാവിച്ച് പലതവണ പഴുത്ത മാമ്പഴം കൊടുത്തുവിട്ടിട്ടുണ്ട്. ഞാനതെന്റെ പല അറബി സുഹൃത്തുക്കൾക്കും വരെ കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. റോഡിന്റെ ഓരത്തുകൂടി വെച്ച മാവുകൾ പല ആവശ്യങ്ങൾക്കായി മുറിക്കേണ്ടി വന്നു. അപ്പോഴൊക്കെ എന്റെ മനസ്സ് വല്ലാതെയായി. എങ്കിലും എന്റെ മുറ്റത്തെ മാവിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് ഞാൻ സ്വയം സമാധാനിച്ചു. യെസ്, കൊമ്പുകളിൽ നിറയെ ഇലകളും പുതിയ ശിഖരങ്ങൾ തീർത്ത് എല്ലാ നിലയ്ക്കും അവൾ അങ്ങനെ വിലസുകയായിരുന്നു. നാട്ടിൽ പോയാൽ മാവിന്റെ ചോട്ടിൽ കസേരയിട്ടിരുന്ന് സൊറ പറയാത്ത ദിനങ്ങളില്ല. ഇപ്രാവശ്യം 10 ദിവസത്തെ ലീവിന് പോയപ്പോൾ ഉമ്മ പറഞ്ഞു, ആ കുട്ടികളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടായിരുന്നു നിനക്ക്? അവർക്ക് ഈ മാവ് പൂത്തൊക്കെ കാണാമായിരുന്നില്ലേ? അവരുടെ സ്കൂളും പരീക്ഷയൊന്നും ഉമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ കുട്ടികളാണല്ലോ അവർക്ക് വലുത്. അപ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ നഷ്ടങ്ങൾ ഞാൻ ആലോചിക്കുന്നത്. പ്രവാസത്തിന്റെ വിരസതയിൽ അവർക്ക് ബർഗർ, മക്ഡൊണാൾഡ്സ്, KFC ഒക്കെ ആയിപ്പോയി പ്രിയം. ഇനിയിപ്പോ നാട്ടിൽ പോയി മാവ് പൂത്തത് കാണാന്ന് പറഞ്ഞാല് ഞാൻ നാട്ടിലേക്കില്ലേ എന്ന് പറയാൻ അവർ മടിക്കുകയില്ല. ഇപ്പോഴത്തെ കുട്ടികളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് എന്ത് മാവ്? തറവാട് പൊളിച്ച് അനുജനൊരു വീടുണ്ടാക്കാൻ
നടക്കുന്നതിനെ കുറിച്ച് ഭാവിച്ച് പലപ്പോഴായി പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു, ഈ മാവ് മുറിക്കരുത് എന്ന്. അല്ലാതെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ അല്ലെ. മാവുമേൽ ആകെ ഇത്തിക്കണ്ണി പൊടി മുറുക്കിയിട്ടുണ്ട് ഇപ്പോ. എന്തായാലും ഇനി മുറുക്കിയല്ലാതെ നിവർത്തിയില്ല. എല്ലാ മരങ്ങളെയും തൊട്ട് തലോടി തൊടി മുഴുവൻ നടക്കുന്ന ഭാവിച്ചയാണോ ഈ പറയുന്നത് എന്നെനിക്ക് പോലും സംശയമായി. മാവ് മുറിക്കേ എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. ഇത്തിക്കണ്ണിയൊക്കെ വെട്ടി മാറ്റാവുന്നല്ലേ ഉള്ളൂ ഭാവിജി. ഞാൻ അല്പം ക്ഷോഭിച്ചു. എന്റെ വിഷമവും ക്ഷോഭവും ഒക്കെ കണ്ട് മാവ് മുറിക്കേണ്ട എന്നായി ഉമ്മയുടെ പക്ഷം. എന്റെ ലീവ് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഖത്തറിലെത്തി. പിന്നെ 2 നാള് കഴിഞ്ഞപ്പോ ഉമ്മയുടെ ഒരു ഫോൺ. മറുതലക്കിൽ ശബ്ദമുണ്ടെങ്കിൽ ഒരു മിണ്ടാട്ടമില്ലായ്മ. ബാവേ, മാവ് മുറിച്ചുട്ടോ. ഇടറുന്ന ശബ്ദത്തിൽ ഉമ്മ പറഞ്ഞു. ഇത് ഒരുപാട് ഓർമ്മകൾ കൂടൊഴിഞ്ഞു പോകുന്നതും തേങ്ങിക്കരയുന്നതും ഞാൻ മനസ്സിൽ കണ്ടു. മുറിഞ്ഞു വീണ മാവിന്റെ ഒട്ടുന്ന ചോരയുടെ മണം എന്റെ മൂക്കിൻ തുമ്പിലേക്ക് അതിരച്ചു വന്നു. കോടാലിയുടെ വെട്ടുന്ന വേദനയിൽ മാവ് ആർത്ത് കരഞ്ഞെന്നെ വിളിച്ചിട്ടുണ്ടാവാം. ഈർച്ചവാളിന്റെ വേദനയിൽ അവൾ തല തല്ലി എന്നെ അവിടെയൊക്കെ തിരഞ്ഞിട്ടുണ്ടാവാം. ഞാനതിനെ ഭാവനയാലെ കെട്ടിപ്പിടിച്ച് പുണർന്ന് കരഞ്ഞു. അവിചാരിതമെന്നേ പറയുണ്ടു. അന്ന് രാത്രി സ്വപ്നത്തിൽ വല്യമ്മ എന്നോട് ചോദിച്ചു, മാവ് മുറിക്കാൻ നീയും കൂടിയല്ലേ? സമയം രാത്രി 2 മണി. AC-യുടെ തണുപ്പ് മുറിയാകെ തളം കെട്ടി നിന്നു. നഷ്ടങ്ങളുടെ വേദനയാൽ ഞാൻ പുതപ്പ് വീണ്ടും എന്റെ മുഖത്തേക്ക് വലിച്ചിട്ടു. സസ്നേഹം, പൂളപ്പൊയിൽ, ബാവ അമീൻ. അമീൻ, എന്തായാലും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണ്. ശരിക്കും ശരിക്കും ഇങ്ങനെയും ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ ഇങ്ങനെ നാട്ടില്, ഇല്ലെങ്കിൽ മരങ്ങളോട് അറ്റാച്ച്മെന്റ് ഉള്ളത്. ഞാൻ നട്ടു വളർത്തിയ മരം അല്ലെ, അങ്ങനെ അറ്റാച്ച്മെന്റ് ഒരുപാട്. തീർച്ചയായും ഒരുപാട് ഓർമ്മകൾ ആ ഒരു മാവിൻ ചുവട്ടിലാണ് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു ബാവ. അപ്പോൾ ഏതായാലും സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു ഷോയിലേക്ക് കടന്നു വന്നതിന്, ഒപ്പം ഞങ്ങളെ കേൾക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ കേട്ടോ. ഏതായാലും നാട്ടിൽ വിളിക്കുമ്പോൾ എല്ലാവരോടും ഞങ്ങളുടെയും പ്രത്യേകാന്വേഷണം പറയുക. ഈ ഗാനം താങ്കൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ടുള്ളതാണ്. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെന്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കളിയാക്കുമിളനാമ്പുകൾ. കളിയാടുന്ന പാടത്തെ കതിരോർമ്മ ബാല്യം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെന്റെ ബാല്യം. ഇതോടൊപ്പം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നാളെ വീണ്ടും വീക്കെൻഡിൽ നമ്മൾ ഒത്തുചേരും. അപ്പോൾ ബൈ ബൈ പറയാല്ലേ? തീർച്ചയായും. അപ്പോൾ വീണ്ടും ദൈവാനുഗ്രഹത്താൽ നാളെ ഒത്തുചേരാം. ഇപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ബൈ ബൈ പറയുന്നു. ഞാൻ ഷിബു മലൈ, ഞാൻ നൂർ, ഒപ്പം കപിൽ രഞ്ജിത്തമ്പ. ബൈ ബൈ. പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറു നോക്കി കരഞ്ഞു.